പോയി ഓൻ അവിടെ ഇല്ല തോമാ. കിഴക്കെ പോയി കുളിക്കാൻ പോയിരിക്ക. അവൻ ഇവിടുത്തെ പോയ കുളിച്ചാ പോരെ? അവൻ റെഡി ആയിരിക്കും പറഞ്ഞിട്ടല്ലേ ഞാൻ വായ പിടിച്ചു വന്നത്. ഇവിടെ വെളുപ്പിനൊരു കുളി കഴിഞ്ഞതാ. അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന് ചൊറച്ചില്ല, വെളുക്കണില്ല എന്ന് പറഞ്ഞ് അപ്പുറത്ത് പോയി കുളിച്ച്. കുളിയും കഴിഞ്ഞ് ഉടുപ്പും മാറി നിന്നെ നോക്കാൻ കവലെ പോയതാ. ദാ വരുന്ന് ഏതോ ഓട്ടോറിക്ഷക്കാർ ചെളി എറിപ്പിച്ചെന്നും പറഞ്ഞ്. അടുത്ത കുളിക്ക് കിഴക്കെ പോയാലും പോയി. ഞാൻ നോക്കിട്ടോ എന്റെ മേത്ത് ചെളിയൊന്നും കണ്ടില്ല. അതൊന്നും അല്ലാന്ന് കാര്യം. പെണ്ണ് കാണാൻ പോണ ദിവസം കുറഞ്ഞത് 3 കുളിയെങ്കിലും ഓന്റെ പതിവാ. ഒരു സോപ്പ് മുഴുവനും തീരണം. അതാ ഓന്റെ കണക്ക്. അവന്റെ ഒരു കാര്യം, കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ലാണ്ടായിന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കുളിച്ചു കുളിച്ച് കുഞ്ഞില്ലാണ്ടാവോ? കുഞ്ഞാ, എടാ കുഞ്ഞാ, ഭർത്താവ് വല്ല ഒഴുക്കിലും വിട്ടുപോയോ? അല്ലെങ്കിൽ പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തോ? എടാ കുഞ്ഞിക്കൂന, ഇവൻ വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്തതായി പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിൽ നിന്ന്. അത് ഓഫാക്കല്ലേ തോമേട്ടാ. ചലച്ചിത്രം കഴിഞ്ഞ് വാർത്തകളുണ്ട്. പോകുന്ന വഴി വല്ല വണ്ടി തടയലോ ഹർത്താലൊക്കെ ഉണ്ടെങ്കിൽ അറിയാലോ. പെരുമ്പാവൂർ വരെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ കയറി വരുന്നുണ്ടോ? വയ്യാത്ത കൈയും കാലും വെച്ച് പുഴക്കിടന്ന് നീന്താ. പിന്നെ വയ്യാത്ത കൈയും കാലും നിങ്ങളെക്കാളും സ്ട്രോങ് എന്റെ കൈയും കാലും. നല്ല ഒഴുക്കുള്ള നേരാ. വല്ല അപകടം പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ പുഴയിൽ ഇറങ്ങുന്നേ. ഈ പുഴയ്ക്ക് എന്നെ അറിയാം. എനിക്ക് പുഴയിൽ അടുത്ത വികലാംഗ കായികമേളയ്ക്ക് എനിക്ക് നീന്തൽ മത്സരത്തിന് പേര് കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം തവളചാട്ടത്തിന് അപ്പം കഴിക്കും എനിക്കായിരുന്നല്ലോ സമ്മാനം. ഒരു ഒളിമ്പിക്സ് ആണ് എന്റെ ലക്ഷ്യം. ഇതൊക്കെ കെട്ടിച്ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്തിനാ? മേക്കപ്പ് ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ആയിക്കൂടെ? കുളി കഴിഞ്ഞാൽ നനവോടെ എന്നെ ഇതൊക്കെ ദേഹത്ത് പറ്റണം. എന്നാലേ വെളുക്കുള്ളൂ. ഭയങ്കര വിലയാ. ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്ത് കിട്ടും. കിട്ടുന്ന കാശിന് ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ചു കൂട്ടാൻ നിനക്കെന്താ വല്ല കിർക്കുണ്ടോ? അവനവന്റെ സൗന്ദര്യം അവനവൻ തന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു 40 വയസ്സ് ആവുമ്പോഴുണ്ടല്ലോ ഇതുപോലെ കളവന്മാരെ പോലെ ആവും. ഇപ്പോഴേ പുറപ്പെട്ടാലേ ഉച്ചയോടങ്ങെത്തു. പെണ്ണിന്റെ വീട്ടുകാരോട് സ്ത്രീധനൊന്നും വേണ്ടാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുക്കനൊരു കുറവുമില്ല. മറ്റുള്ളവരെ അപേക്ഷിച്ച് മുതുകിലൊരു മസിന് കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ഏതായാലും നേരിട്ട് കാണാനുള്ളതല്ലേ. എനിക്കൊരു കാര്യത്തിന് മാത്രം നിർബന്ധമുള്ളൂ. ഞാനും പെണ്ണുകൂടി നടന്നു പോകുന്നുണ്ടാ ആരും അയ്യേ എന്ന് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണ് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. നീ നാട്ടുകാരെ കാര്യം വിട്. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഇക്കാര്യം നടക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. നടന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിലേ എന്നെ പെണ്ണടിക്കാൻ വേണ്ടി ഇനിയും കൊണ്ടുനടക്കേണ്ടി വരും. ഇല്ലടാ, ഇത് നടക്കും. ഞാൻ മലയാറ്റൂര് നേർച്ച നടന്നിട്ടുണ്ട്. ഇത് നടന്ന നിന്നെയും ചുമന്നുകൊണ്ട് മല കയറിക്കോളാന്ന്. ഞാനെന്താ കുരിശോ എന്നെ ചുമന്നുകൊണ്ട് മല കയറാൻ? നമ്മട്ട് പോയി ടാക്സി വിളിച്ചെന്താ? ഞാനൊന്നും കൂടി മുങ്ങിട്ട് വന്നാലോ?